ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ പറഞ്ഞ ഒരു ഉപമയാണ് ഒരു ഫരിസേയനും ചുങ്കക്കാരനും കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയത്. ഫരിസേയൻ ദേവാലയത്തിൽ ചെന്നിട്ട് അവൻ ചെയ്യുന്ന എല്ലാ മഹാത്മ്യങ്ങളെക്കുറിച്ചും വലിയ അഭിമാനത്തോടു കൂടി ദൈവത്തോട് സംസാരിക്കാൻ. എന്നാൽ ആ ചുങ്കക്കാരൻ ചെയ്തത് ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 18-ാം അധ്യായം 13-ാം തിരുവചനം. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫരിസേയൻ തൻ്റെ മാഹാത്മ്യങ്ങളെല്ലാം വിവരിക്കുമ്പോൾ ചുങ്കക്കാരൻ മാറത്തടിച്ച് കരയുകയാണ്, പാപിയായ എന്നിൽ കനിയണം. ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് അയോഗ്യനല്ല, ഞാൻ പാപിയാ. കർത്താവ്, നിന്റെ കരുണയാണ് എനിക്ക് ആവശ്യം. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈശോ പറയുക, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ള. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുത്തുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ, ആയിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി നീതീകരിക്കപ്പെട്ടു എന്ന് വചനം സ്ഥാപിക്കുക. നോമ്പുകാലമാണ്. നീ എത്രത്തോളമൊക്കെ നിന്നെ തന്നെ വിനീതനാക്കുന്നു അല്ലെങ്കിൽ വിനീതിയാക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ, ദൈവരാജ്യത്തിന് മുമ്പിൽ നീ നിന്നെ തന്നെ താഴ്ത്തിക്കൊടുത്താൽ, നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ, അവിടെ സ്വർഗം സന്തോഷിക്കും, അവിടെ ക്രിസ്തു സന്തോഷിക്കും, അവിടെ നിന്റെ ജീവിതം ഉയർത്തപ്പെടും. നീ വലിപ്പമുള്ള വ്യക്തിയല്ല, ക്രിസ്തുവാണ് വലിപ്പമുള്ള വ്യക്തി. അവനോട് ഒട്ടിച്ചേരുമ്പോഴാണ് നിനക്ക് വലിപ്പം ഉണ്ടാകുക. അത് ജീവിതത്തെ അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, യാതൊരുവിധ വലിപ്പവും ഭാവിക്കാതെ നിന്നോട് ഒട്ടിച്ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ നന്മകൾ, കൃപകൾ, സൗഖ്യങ്ങൾ, വിടുതൽ എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആരാധിച്ചിടാ